Hello, welcome back to yet another video of Shreyashi's Knowledge Galaxy. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വേറെ ഒരു സൈക്കോളജിക്കലായ ഡിഫറെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായ എല്ലാവരും ചിലപ്പോൾ നമ്മളുടെ പോപ്പുലേഷനിൽ ഒരു പാതിയിൽ കൂടുതൽ ആൾക്കാർ മിക്കവാറും ഡീല് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ട്രൈറ്റിനെ പറ്റിയാണ്, ആൻഡ് ദാറ്റ് ഈസ് സെൻസിറ്റിവിറ്റി. സോ സെൻസിറ്റിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് സെൻസിറ്റിവിറ്റി എന്ന് നമുക്ക് തുടങ്ങാം. സോ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് ഒരു ഫാക്ടർ മൂലവും നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രിഗർ എത്രമാത്രം പെട്ടെന്ന് നമ്മളെ അത് ട്രിഗർ ചെയ്യുന്നു, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ സെൻസിറ്റിവിറ്റി ഇപ്പം നമ്മൾ അളക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ നിങ്ങളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത കണക്ഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പാസ് ബൈ കമൻറ്റോ അല്ലെങ്കിൽ അയാളുടെ ആക്ഷനോ നിങ്ങളെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലൊരു ഇമോഷണൽ ട്രിഗർ ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം വിറ്റ്നസ് ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെതായ ഒരു നെഗറ്റീവ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അത് എത്രത്തോളം പെട്ടെന്നാണ് നിങ്ങൾക്കത് ആ ഒരു സംഭവത്തിനോടുള്ള ആ ഒരു കോണ്ടാക്റ്റ് വരുന്നതിന് എത്ര നേരത്തിനുള്ളിലാണ് നിങ്ങളിൽ ആ എഫക്റ്റ് വരുന്നത്, എത്രത്തോളം അത് നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റിയെ സ്വാധീനിക്കുന്നു, എത്രത്തോളം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ മെൻറ്റൽ സ്റ്റേറ്റിൽ അത് നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ് സെൻസിറ്റിവിറ്റി കൂടുതലും സംസാരിക്കുന്നത്. സോ നിങ്ങൾ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ സെൻസിറ്റീവ്, വാച്ച് ദ ഹോൾ വീഡിയോ. സോ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ കൂടുതൽ ഇമോഷൻസ്, അതേപോലെ നിങ്ങളെ മറ്റുള്ള കാര്യങ്ങൾ, ക്രിറ്റിസിസം, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ക്രിറ്റിസിസം നിങ്ങളെ ഒരുപാടധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അത് ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റിനെ അത് ഒരുപാട് ഉലയ്ക്കുന്നുണ്ട്. പലതരം ഇമോഷണൽ റോളർ കോസ്റ്റർ വഴി അല്ലെങ്കിൽ പലതരം ഇമോഷണൽ സ്വിങ്സ് വഴി, മൂഡ് സ്വിങ്സ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയും, ഈ മൂഡ് സ്വിങ്സ് വഴി നിങ്ങൾ ഒരു ചെറിയ ട്രിഗർ കാരണം കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൻസിറ്റീവ് പേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട്. ബീയിങ് സെൻസിറ്റീവ് ഈസ് ഓൾസോ ഗുഡ് തിങ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് എംഫസൈസ് ചെയ്യാനും നിങ്ങൾ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് സെൻസിറ്റിവിറ്റി കൂടുതലാണെങ്കിൽ. സെൻസിറ്റിവിറ്റിയുടെ വേറൊരു തലം എന്ന് പറയുന്നത്, സെൻസിറ്റിവിറ്റി എപ്പോഴും ചില കേസുകളിൽ സെൻസിറ്റിവിറ്റി എപ്പോഴും ഈഗോ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഈഗോ സെൻറ്റേഡ് ആയിരിക്കും. സോ നിങ്ങൾ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളുടെ ഈഗോ സെൻസിറ്റീവ് ആണെങ്കിൽ, നിങ്ങളുടെ ആ ബബിൾ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രിറ്റിസിസം മതി, അതിനകത്തൊരു ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവുക, അതേപോലെ നിങ്ങളുടെ ടെമ്പർമെൻറ്റ് ലൂസ് ആവുക, കരയുക, അതുപോലെ ദേഷ്യപ്പെടുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് സെൻസിറ്റിവിറ്റിയുടെ ഒരു ഭാഗമാണ്. ഈഗോയുമായി സെൻസിറ്റിവിറ്റിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൾക്കാരെ മനസ്സിലാക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരു ഇമോഷനുമായിട്ട് കണക്റ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ക്യാരക്ടർ ആവാം നിങ്ങളുടേത്. അത് ഒരു വീക്ക്നെസ് ആയും ഒരു സ്ട്രെങ്ത് ആയും കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. സെൻസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു സ്ട്രെങ്ത് ആയും ഒരു വീക്ക്നെസ് ആയും നമുക്കെടുക്കാം. വീക്ക്നെസ് ആയി സെൻസിറ്റിവിറ്റി വരുന്ന സമയത്ത് നമുക്ക് ഒരുപാടധികം വിഷമങ്ങളും ഒരുപാടധികം മെൻ്റൽ ആയിട്ടുള്ള പ്രഷറും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം നമ്മൾ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ ഇത് തിരിച്ചറിയാതെ ഇതിനെ സപ്രസ് ചെയ്യാൻ നോക്കുന്നു, അത്രത്തോളം തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ കൂടി വരികയും നമ്മൾ അതിനെ ബോട്ടിൽ അപ്പ് ചെയ്യുകയും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കാനും ചാൻസ് കൂടുന്ന ഒരു പ്രവണത സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതലാണ്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതുക, ജേർണൽ ചെയ്യുക, വളരെ എക്സ്പ്രസീവായിട്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ എഴുതുക, ഡയറി എഴുതുക, അതേപോലെ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുക, അതിന് റിഫ്ലക്റ്റ് ചെയ്യുക, ആ ഒരു നിങ്ങളെ ട്രിഗർ ചെയ്ത ആ ഒരു പോർഷൻ എന്താണോ അതിനെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അതിനകത്ത് ഇനിയും സെൻസിറ്റീവായി ഒരുപാട്
നിങ്ങളെ തന്നെ ദ്രോഹിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളതിനെ സോൾവ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതാണ് ആക്ച്വലി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡ്. സോ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാവരിലും കുറച്ചൊക്കെ കാണപ്പെടുന്ന ഒരു ട്രേറ്റ് തന്നെയാണ്. അത് തീരെ സെൻസിറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻസെൻസിറ്റീവ് ഇൻ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. സോ മനുഷ്യരായി കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി മനുഷ്യർ മാത്രമല്ല, ബേസിക് ആയ ഒരു ഇൻസ്റ്റിക്റ്റ് ആണ്. മൃഗങ്ങളിലും സെൻസിറ്റിവിറ്റി കാണപ്പെടുന്നതായിട്ട്, പ്ലാന്റ്സിൽ വരെ സെൻസിറ്റിവിറ്റി കാണപ്പെടുന്നതായിട്ട് നമുക്ക് അറിയാം. സോ ഇതൊരു ലിവിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ സ്റ്റിമുലസിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന പാത്വേസിൽ വരുന്ന ഡിഫറൻസസ് ആണ്. കെമിക്കൽ ഡിഫറൻസസ് ഇതിനകത്ത് ഒരു വലിയ ഘടകമാണ്. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡോപ്പമീൻ, സെറോട്ടോണിൻ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസിനെ ഈ ചെറിയ ട്രിഗേഴ്സ് നിങ്ങൾ ഇമോഷണലി എങ്ങനെയാണോ കോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്ത് ചെറിയ ട്രിഗേഴ്സ് തട്ടുമ്പോൾ തന്നെ ആ ഒരു ഇമോഷണൽ ഹോർമോൺസ് ആക്ടിവേറ്റ് ആവുകയും അങ്ങനെയുള്ള രീതിയിലും നമ്മളുടെ സെൻസിറ്റിവിറ്റി രൂപീകരിക്കപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ കോഡഡ് ഓർ സ്ട്രക്ചേർഡ് ദാറ്റ് വേ. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ബ്രെയിനിൻ്റെ കെമിക്കൽ മെക്കാനിസം കോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മളുടേതാണ് ബ്രെയിൻ. നമ്മളുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ്, ബ്രെയിൻ നമ്മളെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കാതെ ഇരിക്കുക. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ റിവ്യൂസ്, അതേപോലെ കമൻറ്റ്സ്, ഹൗ യു കോപ്പ് വിത്ത് ബീയിങ് എക്സ്ട്രീംലി സെൻസിറ്റീവ്, ഹൈപ്പർ സെൻസിറ്റീവ്, ഹൈപ്പർ സെൻസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ സെൻസിറ്റിവിറ്റി കൂടുതലുള്ള, പെട്ടെന്നാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്, പെട്ടെന്നാണ് ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിക്കുന്നത്, പെട്ടെന്നാണ് അത് നിങ്ങളെ ദേഷ്യം ഉണ്ടാക്കുന്നത്. അതാണ് ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈപ്പോ സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു സ്റ്റിമുലസിന് വിധേയപ്പെടാൻ ചാൻസ് കുറവാണ്. സോ ഹൈപ്പോ സെൻസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി സെൻസിറ്റീവ് അല്ലായിരിക്കും. സോ ഇത് രണ്ടും ഒരു പ്രശ്നമാണ്. മോഡറേറ്റ്ലി തന്നെ സെൻസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ.